എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് കണ്ണന് രാവിലെ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് എന്നാലോചിച്ചും കൊണ്ടായിരിക്കും. മിക്ക ദിവസവും പുട്ട് തന്നെ കൊടുക്കാറ് കേട്ടോ. കാരണം അവനത് ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. ആദ്യമൊക്കെ ഞാനങ്ങനെ കുഴച്ചൊക്കെ കൊടുക്കാറുള്ളത് പുട്ടും പഴമൊക്കെ. പക്ഷേ ഇപ്പോൾ അവനത് നമ്മളെ കുറുക്ക് രൂപത്തിലാക്കിയിട്ട് അടിച്ചൊക്കെ കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അവൻ. അതിൽ പുട്ട് മാത്രമല്ല പഴവും കുറച്ച് പപ്പടവും അല്ലെങ്കിൽ പാലും അങ്ങനെയൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ടൊക്കെയാണ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവന് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആകെ 2 ദിവസമായിട്ട് ഞങ്ങൾ ആകെ നട്ടം ചുറ്റി നിൽക്കുമായിരുന്നു. കല്യാണിക്ക് ചുമയും അതുപോലെ അവൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ശ്വാസം കിട്ടാത്തതുപോലെ വരിക, അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു തടിപ്പ്. ഇപ്പോൾ കണ്ണ് കണ്ടോ അവളുടെ വീർത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ വേറൊരു ദിവസത്തിൽ മുൻപ് വന്നപ്പോൾ അവളുടെ ചുണ്ടുഭാഗമായിരുന്നു അതുപോലെ ഇങ്ങനെ ഒരു പോളം വന്നതുപോലെ ഇങ്ങനെ വീർക്കും. അല്ലെങ്കിൽ ചില സമയത്താണെങ്കിൽ പുഴു അഴഞ്ഞതുപോലെ നമ്മുടെ അലർജിക്ക് വരുന്ന പോലത്തെ തടിപ്പുകൾ അങ്ങനെ വരും. അപ്പോൾ തലേ ദിവസം കണ്ണ് വീർത്ത് തന്നെ കേട്ടോ. ഇന്ന് നേരം വെളുത്തിട്ടും ആ കണ്ണ് അത് ഇതുപോലെ ആയിരുന്നില്ല, ഇപ്പം ഒന്നിങ്ങനെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിലും വലിയ പ്രശ്നത്തിലായിരുന്നു തലേദിവസമൊക്കെ നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും കുറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ജൂബിലിയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നിൽക്കാണ് കേട്ടോ അവൾ. അപ്പോൾ രാവിലെ തന്നെ രണ്ടാൾക്കും ഫുഡ് കൊടുക്കലും അതുപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും എങ്ങോട്ടെങ്കിലും നമ്മൾ യാത്ര പോവുകയാണെങ്കിലൊക്കെ രാവിലെ തന്നെ ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലാണ്. 2 പേരെ കാര്യങ്ങളും കഴിച്ച് റെഡിയാക്കി പോകുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും ബഹളമാണ്. ചിലപ്പോൾ എനിക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല, അത്രയും തിരക്കിലായിരിക്കും ഞാൻ. എന്താ വെച്ചാൽ എല്ലാത്തിനും നമ്മുടെ കയ്യിൽ തന്നെ എത്തണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആകെ ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ കണ്ണനെ കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട് ജൂബിലിയിലേക്ക് പോകുമ്പോൾ. കാരണം കല്യാണിയുടെ കാര്യം ഞങ്ങൾക്ക് അഡ്മിറ്റ് ആക്കുമോയെന്ന് വരെ പേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം അത്രയ്ക്ക് അവൾക്ക് വയ്യായിരുന്നു, ശ്വാസം ഇങ്ങനെ കിട്ടാത്തതുപോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കണ്ണന് ഇങ്ങനെ മൂക്കിനൊക്കെ ചുമയൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അവന് ചിലപ്പോൾ ഓക്സിജൻ ലെവലിലൊക്കെ വേരിയേഷൻ വരാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ വല്ല അഡ്മിഷനൊക്കെ പറയാമോ എന്ന് വെച്ച് പേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ കണ്ണനെയും കൂടെ കൊണ്ടുപോയി ഇനിയിപ്പോൾ അവിടെ വല്ല ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചുറ്റിക്കെട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ അവനെയും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കണ്ണനെ ചേലൂരാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ണനെ ചേലൂർക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, പക്ഷേ ഞാനും കൂടെ ആയിട്ട് നിൽക്കാനൊക്കെ പോവില്ലേ, അതാണ് അവന് ഇഷ്ടം. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് അമ്മേനെയും വിളിച്ച് പറഞ്ഞു, അമ്മ ഫ്രീ ആണോ, അമ്മ എങ്ങോട്ടെങ്കിലും പോകണുണ്ടോ, കണ്ണനെന്ന് അവിടെ ആക്കിയിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളത് കേട്ടു വിട്ടാ. കേട്ടപ്പോൾ തൊട്ട് ആൾക്കാർക്ക് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നെ തന്നെ അവിടെ കൊണ്ടുവന്നാക്കാണല്ലേ അമ്മയൊന്നും ഇല്ലാണ്ട് എന്നുള്ളൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇവിടെ എത്തിയ അമ്മാമ്മൻ്റെ കയ്യിലൊക്കെ കൊടുത്ത് അച്ഛനും അമ്മയൊക്കെ ആയിട്ടൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വലിയ വിഷയമൊന്നുമില്ല. അത് കണ്ണനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്താകുമ്പോൾ അവൻ സേഫാണ്, അമ്മയ്ക്കാണെങ്കിൽ അവന് ഫുഡ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയുടെ അടുത്താക്കിയിട്ട് പോയത്. അപ്പോൾ നമുക്ക് അവനെ കൊണ്ടുപോകാൻ തന്നെയാണ്, എങ്ങോട്ടും കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക എന്നുള്ളതല്ലേ നമുക്ക് പ്രാധാന്യം. പിന്നെ കല്യാണിയുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞാൽ എനിക്ക് റോഡൊക്കെ ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ കല്യാണി ഉള്ളിലിരുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ, അത് കാറിൻ്റെ ഉള്ളിലിരുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കല്യാണിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പം അന്നും തലേദിവസമൊക്കെ ശരിക്കും ഞങ്ങളിങ്ങനെ എന്താ പറയുക ചുറ്റിപ്പോയ ദിവസങ്ങളായിരുന്നു. കാറിൻ്റെ ബാറ്ററിക്ക് ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടേ അതിങ്ങനെ ചാർജ് ഇറങ്ങിപ്പോയിട്ട് സ്റ്റാർട്ട് ആവാണ്ടാവുക. അപ്പോൾ പിന്നെ അത് ഇനിയിപ്പോൾ ചാർജ് ചെയ്തിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ ബാറ്ററി മാറ്റാന്നുള്ളതിൽ ബാറ്ററിയൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോയത്. അപ്പോൾ കല്യാണി സത്യം പറഞ്ഞാൽ കാറിലൊക്കെ കയറി കഴിഞ്ഞ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒന്നും ഇരിക്കില്ല അവൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാടി മറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. പക്ഷെ ആൾക്ക് അത്രയും വയ്യ, ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളിങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ആൻറ്റിബയോട്ടിക്കൊക്കെ എഴുതി വിടുകയാണ് ചെയ്തത്. ബ്ലഡ് ടെസ്റ്റ് പിന്നെ നമ്മൾ മുന്നേ എടുത്തത് കാരണം പിന്നെ അത് കാണിച്ചു കൊടുത്തപ്പോൾ കൗണ്ടും ESRും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ CRP ഒക്കെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിസിനൊക്കെ തന്ന് വിട്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ വീട്ടിലേക്ക്. പോരുന്ന വഴിയിലാണ് ഈ ഭരണികൾ ഇങ്ങനെ കണ്ടത്. ഭരണികൾ കണ്ടപ്പോഴേ ചേട്ടൻ 2 ദിവസമായി നെല്ലിക്ക കൊണ്ടുവന്ന് വെച്ചേക്കുന്നു വീട്ടിൽ ഉപ്പിലിടാൻ പറഞ്ഞിട്ട്. പക്ഷേ ഉപ്പിലിടാൻ പറ്റിയ വലിയ കുപ്പികളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്നും പറയും ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ ഇങ്ങനെ ഉപ്പിലിടാൻ പറ്റിയൊരു ഭരണി മേടിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രാ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് പറയുമ്പോൾ ഇത്തിരി മടിയൊക്കെയുള്ള കൂട്ടത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലേക്ക് മേടിക്കാനൊക്കെ. നമുക്ക് നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ. അപ്പോൾ ചേട്ടൻ നിന്ന് പരമാവധി വില പേശുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ആളൊരു പാവം ചേച്ചിയായിരുന്നു കേട്ടോ. ചിലറ്റങ്ങളില്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് മൂശാട്ടം കാണിച്ച് നിൽക്കുന്നേറ്റങ്ങൾ, ഇതങ്ങനെയൊന്നും ആയിരുന്നില്ല. ആൾ ഭയങ്കര കമ്പനിയായിട്ടുള്ള വർത്തമാനം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഭരണിയൊക്കെ വാങ്ങിയിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. ഞാൻ
ഇങ്ങനെയൊന്നും വാങ്ങാൻ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വഴിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയും, ആ ചേട്ടാ നല്ല ഭംഗിയുണ്ടല്ലോ നിർത്ത് എന്നൊക്കെ പറയുമെങ്കിൽ ആളങ്ങനെ നിർത്താറൊന്നുമില്ല. പിന്നെ വഴിയിൽ വല്ലതും കാണും, അതൊക്കെ വാങ്ങാൻ നിൽക്കല്ലേ എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഇന്നും ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ നിർത്തിയിട്ടാ. അപ്പോൾ നല്ല രസമുണ്ട് അവിടെ എങ്ങനെ ഇരിക്കുന്നത് കാണാൻ. കുഞ്ഞി ഭരണികൾ മുതൽ വലിയ ഭരണികൾ വരെയുണ്ട്. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് വാങ്ങുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ നോക്കി നിൽക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ നമുക്ക് ഇങ്ങനെ ഈ എന്താ പറയുക, ക്രിയേറ്റിവിറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ കണ്ടാലും. ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ ഷോപ്പിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയാലോ ടോയ്സിൻ്റെ ഷോപ്പിൽ പോയാലൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ ഭംഗിയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വാങ്ങലൊന്നും നമുക്ക് നടന്നൊന്നും വരില്ല. പക്ഷെ അത് നോക്കി നിൽക്കാന്ന് പറയുന്നത്, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. ചേട്ടനാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ വില പേശനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വില കുറച്ച് കിട്ടാനൊക്കെ ആയിട്ട്. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെയുള്ള ഇപ്പോൾ ചിലവർ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളോട് വാങ്ങുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അയ്യോ ഇവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് വിടുള്ളൂ. പക്ഷേ ഈ ചേച്ചി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ചിരിച്ചും കളിച്ച് നമ്മളുടെ അടുത്ത് ഭയങ്കര ജോലിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആളെന്തോ കർണാടകക്കാരിയാണ്, പക്ഷെ മലയാളമൊക്കെ അറിയാം നല്ല രീതിയിൽ മലയാളമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിൽക്കുന്നവരെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് വിശേഷമൊക്കെ ചോദിക്കാൻ നിൽക്കാറുണ്ട്. എവിടെ വീട്ടിലാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരെ മുതലാളിമാരാണ് അവർ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇറക്കി വിടുന്നത്, അവരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മൾ വെറും ജോലിക്കാരാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെയുള്ളതിലൊക്കെ ചിലപ്പോൾ ഞാൻ വീഴും അവർ പറയും. പക്ഷേ ചിലപ്പോൾ ഉള്ളതൊന്നും ആയിരിക്കില്ല അവർ പല കാര്യങ്ങളും പറയുന്നത്. പക്ഷേ എനിക്കിങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ വില പേശാറൊന്നുമില്ല. ചിലരുടെ അടുത്തൊക്കെ വില പേശാനൊക്കെ ഞാൻ നിൽക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും ഇങ്ങനെ വില പേശാൻ തോന്നാറില്ല. പക്ഷേ ചേട്ടൻ നല്ല രീതിയിൽ നിന്ന് വിലയൊക്കെ പേശുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ എനിക്ക് ആ ചേച്ചിട്ടൊരു ക്യാരക്ടർ എനിക്ക് പാവമായിട്ട് തോന്നിയതിന്. ചിലരങ്ങൾ നമുക്കങ്ങനെ തോന്നില്ലല്ലോ, പക്ഷെ ഇതിനെന്തോ എനിക്കൊരു പാവമായിട്ട് തോന്നിയിട്ടാണ്. അത് റെഡിയാ മറ്റേതൊക്കെ പൊട്ടിച്ചല്ലേ പ്ലാസ്റ്റിക്കാകുമ്പോൾ 10 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ ഇതാകുമ്പോൾ പൊട്ടിക്കണ്ട. ഷോക്കേസിലും വെക്കുക കണ്ടൊരു ഷോക്കേസായിട്ട് പറയും. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോഴേക്കും ഒരുവിധം നേരമായിട്ടുണ്ടായിരുന്നു, 1 മണി 2 മണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ കല്യാണിക്കാണെങ്കിൽ ഒന്നും വേണ്ടാന്ന് അവൾ പറയണ കേട്ടോ. അവൾക്ക് വിശപ്പൊന്നുമില്ല, ഒന്നും കഴിക്കണില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു സാധനം കഴിക്കുന്നില്ല. അപ്പോൾ ഡോക്ടറാണെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പുറത്തുനിന്നുള്ള സാധനങ്ങളോ ചോക്ലേറ്റോ ഒന്നും, പിന്നെ പൊടി, അതുപോലെ ബ്ലാങ്കറ്റ് സാധനങ്ങൾ പുതയ്ക്കരുത്, ഫാൻ്റെ കാറ്റ് കൊള്ളരുത്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ എന്തോ ഒരു ഉഷാറില്ല ആൾക്ക് മൊത്തത്തിൽ. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് കണ്ണനെടുത്ത് നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതിൽ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടവും ചാട്ടവും ബഹളവും അമ്മാമേ എന്നുള്ള വിളിയൊക്കെ ആയിട്ടാണ് കല്യാണി പോവുക. ഇതിപ്പോൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ നല്ല കുട്ടിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അമ്മാമ്മ അവിടെ ചെന്നപ്പോൾ കണ്ണന് കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അത് കൊടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ അമ്മ കൊടുക്കാനിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വൈകിട്ടായാലും പോരില്ല, അമ്മ പതുക്കെയാണ് അവന് കൊടുക്കേ. അപ്പോൾ വേഗം ഞാനത് മേടിച്ച് വേഗം കൊടുത്ത്, പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും പണികളൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ പോയതല്ലേ. അപ്പോൾ വേഗം കണ്ണനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങാണ് കേട്ടോ ഞങ്ങൾ. അപ്പം ഇങ്ങനെയൊന്നും വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുമ്പോഴൊന്നും എനിക്ക് വലിയ വിഷമം അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ നിൽക്കാൻ പോയിട്ട് ഇങ്ങനെ വരില്ലേ, 2 ദിവസമൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് അപ്പം അച്ഛനമ്മയൊക്കെ യാത്രയാക്കാൻ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമം പോലെയാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നഴ്സറി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് അച്ഛനമ്മയൊക്കെ പോകുന്ന ആ ഒരു ഫീലിങ്സാണ് കേട്ടോ എനിക്ക്. അല്ലാത്തപ്പോഴൊന്നും എനിക്ക് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ പിന്നെ കണ്ണനെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോഴേ ഞാൻ കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലേ, കണ്ണൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, 2 ദിവസം ഇവിടെ നിന്നിട്ട് അമ്മമ്മേൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് കൊണ്ടുപോകണുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ മുഖമൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ അവന് മനസ്സിലായി അവനെ ഞാൻ എവിടെയും തന്നെ ആക്കിയിട്ട് പോവില്ല എന്നുള്ളതൊക്കെ അവനറിയാം. അമ്മ വെറുതെ കളത്തരങ്ങൾ പറയണതാന്നൊക്കെ അറിയാം. അപ്പോൾ അമ്മ എപ്പോഴാണെങ്കിലും ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ആറ്റ തരാനായിട്ട് അമ്മ ഇങ്ങനെ വരും കേട്ടോ. ആ ഒരു വരവാണ് കേട്ടോ എനിക്ക് ചില സമയങ്ങളിലൊക്കെ വിഷമം ഉണ്ടാക്കുക. അമ്മനെ ഇങ്ങനെ നോക്കുമ്പോഴേ അമ്മ ഇങ്ങനെ ടാറ്റ. പിന്നെ അമ്മ അവിടെ തന്നെയല്ലേ, അപ്പോൾ ആദ്യം ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അവനൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ ആരും ഇല്ലല്ലോ, അച്ഛൻ വൈകുന്നേരം വരുമ്പോഴല്ലേ പിന്നെ വീട്ടിലെ ആളുള്ളൂ. അപ്പോൾ അതല്ലായിരിക്കുമ്പോൾ നമുക്ക് വിഷമമായിട്ട്. പക്ഷെ ആൾക്കതൊന്നും വിഷയമില്ല. ആളുടെ സന്തോഷങ്ങളൊക്കെ ആൾ തന്നെ കണ്ടെത്തും, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് പഴം വാങ്ങാനായിട്ട് കയറിയതാണ് ചേട്ടൻ. കണ്ണനാണെങ്കിൽ നേന്ത്രപ്പഴം എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അവന് 2 പഴമെങ്കിലും നേന്ത്രപ്പഴം ഒരു ദിവസത്തിൽ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാൻ കണ്ണൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് വണ്ടിയിലിരുന്ന് പറയായിരുന്നു, കണ്ണ അതേ അച്ഛൻ കണ്ണന് പഴം വാങ്ങാൻ പോയതാട്ടാ, മോൻ വേണമെങ്കിൽ ഇറങ്ങിക്കോ
അല്ലെങ്കിൽ അച്ഛൻ നല്ലതൊന്നും നോക്കി വാങ്ങാനൊന്നും അറിയില്ല, ഉണ്ണിപ്പോയി വാങ്ങിക്കടാ എന്നൊക്കെ പറയുമ്പോഴേ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെയൊക്കെ ഒരാളെ കളിയാക്കി പറയുന്നത്, അവരോട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാനായിട്ടേ അവർ ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് കള്ളാൻ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കുന്നുണ്ടായിരുന്നില്ല ആളുടെ മുഖത്തേക്ക്, ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോഴാണ് കാണുന്നത്, ആൾ ഭയങ്കര ചിരിയിലാണ്. പിന്നെ ഞങ്ങൾ വന്ന് തീരെ വയ്യാണ്ടായിട്ടുണ്ട്, 2-3 ദിവസം കഴിഞ്ഞാൽ രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല, കല്യാണിക്ക് വയ്യാത്തത് കാരണേ. വന്നു ഒന്ന് കിടന്ന് പണികളുള്ളതൊക്കെ കഴിച്ച് വെച്ച് കല്യാണിയും കിടന്നു. അവൾക്ക് ഈ മരുന്നിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് അവളും കിടന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ട് ലഹളമയം പുറത്ത്. അത് ഈ മറ്റേ മെഷീൻ വെച്ച് പുല്ല് വെട്ടുന്നവരെ കണ്ടപ്പോഴേ ചേട്ടൻ വിളിച്ച് ആ ഫ്രണ്ടിലത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിയിട്ടോ. ഇന്നാളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, രാജചേച്ചി അവരൊക്കെ വന്നിട്ട് പുല്ലൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നായിരുന്നു. പക്ഷേ ഈ പുല്ല് ഇങ്ങനെ ഭയങ്കരമായിട്ട് കാട് കയറി ഇങ്ങനെ വരികയാണ്. എന്തോരം ഞാനും എൻ്റെ വക എന്തെങ്കിലുമൊക്കെ കാണിക്കും, കൈക്കോട്ടൊക്കെ എടുത്ത് തന്നിട്ടും കാര്യമൊന്നുമില്ല. പുല്ലിങ്ങനെ വളർന്നും കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, മഴയും കാര്യങ്ങളൊക്കെ നിന്നല്ലോ. ഇനിയിപ്പോൾ വെയിലല്ല, ഇനിയിപ്പോൾ അധികം അങ്ങോട്ട് പൊന്താനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അതങ്ങനെ ചേട്ടൻ മെഷീൻ വെച്ചിട്ടൊക്കെ വെട്ടി. പിന്നെ എന്നത്തെയൊക്കെ പോലെ തന്നെ നമ്മുടെ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നും രാവിലെ എണീക്കണു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണു, മക്കളുടെ കാര്യങ്ങൾ ചെയ്യണു. പിന്നെ എങ്ങോട്ടെങ്കിലും പോണ ദിവസങ്ങളിൽ മാത്രമാണ് അതൊക്കെ ഒരു പ്രത്യേക കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെയൊക്കെ എന്നും ഒരേപോലെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഓരോ ദിവസവും റിപ്പീറ്റേഷനല്ലേ, നമ്മുടെ ലൈഫിലൊന്നും സ്പെഷ്യലായിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുക നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലപ്പോഴും പുറത്ത് പോകലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലും ഇല്ലാണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾക്കൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാശ്വസിക്കാം നമുക്ക്. അപ്പോൾ കല്യാണിക്ക് ഇപ്പോൾ സ്കൂൾ കൂട്ടിയപ്പോൾ ഭയങ്കര പഠനമാണ് കേട്ടോ. കല്യാണിന് ഇപ്പോൾ 2 ദിവസം സ്കൂളിൽ വിടാനും പറ്റില്ല, എക്സാം 2 ദിവസത്തെ പോവുകയും ചെയ്തു. പിന്നെ LKG അല്ലേ എന്നുള്ളൊരു സമാധാനം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി, എല്ലാ ദിവസത്തെയും പോലെ രാത്രിയാവണു. രാത്രിയായി കഴിഞ്ഞ് രണ്ടാളെയും കൊണ്ട് ഒരു 8-8:30 ആകുമ്പോഴേക്കും ഞാൻ ഉറക്കാനായിട്ട് കൊണ്ടുപോകും. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഓരോ ദിവസത്തെയും പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലെന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.